നമസ്കാരം, ഞാൻ ഡോക്ടർ മാത്യു ഡൊമിനിക്, സീനിയർ ENT കൺസൾട്ടൻറ്റ്, എറണാകുളം. ഇന്ന് കേൾവിക്കുറവ് എങ്ങനെ സ്ഥിരീകരിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരു സമയമാകുമ്പോൾ കേൾവിക്കുറവ് അനുഭവപ്പെടും. 60 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് പതുക്കെ കേൾവിക്കുറവ് അനുഭവപ്പെടും. കുട്ടികൾക്ക് കേൾവിക്കുറവ് ഉണ്ടാകുന്നുണ്ട്, പലർക്കും എന്തെങ്കിലും അസുഖം വരുമ്പോൾ കേൾവിക്കുറവ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ എങ്ങനെ കേൾവിക്കുറവ് സ്ഥിരീകരിക്കാൻ പറ്റും, എങ്ങനെ അളക്കാൻ പറ്റും? പല ടെസ്റ്റുകളുണ്ട്. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഡോക്ടർമാർ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ട്യൂണിംഗ് ഫോർക്ക് ടെസ്റ്റ്. ആക്ടിവേറ്റ് ചെയ്തിട്ട് ചെവിക്കകത്ത് വെച്ചിട്ട് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച് ഒരു പരിധി വരെ ആ കേൾവിക്കുറവ് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും. പിന്നീടുള്ള ടെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ പ്യുർ ടോൺ ഓഡിയോമെട്രി എന്ന് പറയും. അതിൽ സൗണ്ട് ഇല്ലാത്ത ഒരു മുറിയിൽ ചെന്ന് ചെവിയിൽ ഹെഡ്ഫോൺ വെച്ച് കേൾവി ടെസ്റ്റ് ചെയ്യാണ്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഒരു കുഴപ്പമെന്ന് പറയുകയാണെങ്കിൽ ആ ആൾക്ക് കേട്ടിട്ട് തിരിച്ചു പറയാനായിട്ടുള്ള കഴിവ് വേണം. ഓഡിയോമെട്രി എന്ന് പറയുമ്പോഴാണ് ശബ്ദം കൊടുക്കുന്നു, ആ ആൾ പ്രതികരിക്കണം, ഞാൻ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ കേൾക്കുന്നുണ്ടെന്ന് പറയണം. അതാണ് ഏറ്റവും നല്ല ടെസ്റ്റ്. പ്യുർ ടോൺ ഓഡിയോമെട്രി എന്ന് പറയും. ആൾക്ക് എത്രത്തോളം കേൾവിക്കുറവുണ്ട്, ഏത് തരത്തിലുള്ള കേൾവിക്കുറവാണെന്ന് നമുക്ക് പ്യുർ ടോൺ ഓഡിയോമെട്രി കൊണ്ടും മനസ്സിലാക്കും. പക്ഷേ പ്രതികരിക്കാനുള്ള കഴിവ് വേണം. സൗണ്ട് കൊടുത്താൽ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാനുള്ള കഴിവ് വേണം. ചെറിയ കുട്ടികൾ, ജന്മനാൽ കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. കേൾവിക്കുറവ് എങ്ങനെ പരിശോധിക്കാമെന്നുള്ളത്, ഒന്ന്, പ്രതികരിക്കാൻ പറ്റുന്ന ആളുകൾ, അപ്പം സൗണ്ട് കൊടുത്ത് തിരിച്ച് കേൾക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുന്ന ആൾക്കുള്ള ഒരു ടെസ്റ്റാണ് ആദ്യത്തെ ഭാഗമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൽ ഈ പ്രതികരണമില്ലാത്തവർ, ചെറിയ കുട്ടികളിൽ അല്ലെങ്കിൽ ബുദ്ധി കുറവുള്ളവർക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയും. അത് രണ്ടാം ഭാഗത്തിൽ ഞാൻ പറയുന്നതായിരിക്കും. കേൾവിക്കുറവിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ പറഞ്ഞ ബോക്സിൽ എഴുതി ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം തരാവുന്നതാണ്. താങ്ക് യു.